നമുക്കിന്നൊരു ഈസി ഫഡ്ജി ബ്രൗണി ചെയ്തെടുത്താലോ. ആദ്യം തന്നെ ബട്ടറും ഡാർക്ക് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാം. ഒരു ബൗളെടുത്ത് മൈദപ്പൊടി, കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം ഇട്ട് നല്ലോണം മിക്സ് ആക്കുക. അതിന് ശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട, കുറച്ച് ബ്രൗൺ ഷുഗർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഞ്ചസാര ഇടുക. ഞാനിവിടെ ബ്രൗൺ ഷുഗർ എടുക്കുന്നത്. നല്ലോണം മിക്സ് ആക്കുക. അധികം ഫ്ലഫി ആക്കേണ്ട ആവശ്യമില്ല, ഒന്ന് പഞ്ചസാര ഡിസോൾവായി കിട്ടിയാൽ മതി. മുട്ടേനെ സ്മെല്ലില്ലാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് വാനില എസൻസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഡാർക്ക് ചോക്ലേറ്റ് മിക്സും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. നിങ്ങൾ കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 2 മുട്ട എടുക്കാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലായതുകൊണ്ട് 1 മുട്ട എടുത്തിട്ടുള്ളൂ. അധികം ഓവർ മിക്സ് ആവാണ്ട് സൂക്ഷിക്കണം. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് ഇപ്പോൾ ഉണ്ടാക്കി വെച്ച വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ച് മിക്സ് ആക്കുക. ഇതും ഓവർ മിക്സ് ആവാണ്ട് ശ്രദ്ധിക്കുക. ബാറ്റർ കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലോ വെള്ളമോ ചേർക്കുക. ഞാനിവിടെ പാലാണ് എടുത്തിന്. ശേഷം ഒരു ബട്ടർ വെച്ച ക്രീസ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ബാറ്ററെല്ലാം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുക്കുക. എന്നാൽ ബേക്കായി കഴിഞ്ഞത് എടുക്കാനൊരു എളുപ്പമുണ്ട്. ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് പീസും കൂടെ അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കേക്കിനൊരു ഫഡ്ജി ടെക്സ്ചർ കൊണ്ടുവരും, പിന്നെ ഒരു നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടൊക്കെ പോകാനായി നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിതിവിടെ എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ അതിലും വെക്കാം, അല്ലാത്തവർക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്യാൻ പറ്റും. ഇവിടെ എയർ ഫ്രയറിൽ എനിക്കൊരു 15 മിനിറ്റ് 160 ഡിഗ്രി സെൽഷ്യസിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫഡ്ജി ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യണം.